നമ്മുടെ ഇന്നത്തെ ക്ലാസ് QAയിലെ അടുത്തൊരു ടോപ്പിക്കായിട്ടുള്ള മെൻസുറേഷൻ ആണ്. മെൻസുറേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്ക്വയർ, സർക്കിൾ, റെക്റ്റാങ്കിൾ, ട്രയാങ്കിൾ ഈ സാധനങ്ങളൊക്കെ വരുന്ന അതിൻ്റെ ഏരിയ, പെരിമീറ്റർ പോലുള്ള കാര്യങ്ങൾ കണ്ടുപിടിക്കുന്ന ആ ടൈപ്പാണ്. ഓക്കെ, അല്ലെങ്കിൽ ആ ഒരു ചാപ്റ്ററാണ്. അപ്പോൾ നമ്മളിവിടെ 2D അല്ലെങ്കിൽ 2 ഡയമെൻഷനിൽ എന്ന് കൊടുത്തിട്ടുണ്ട്. അതായത് നമ്മുടെ എന്താണ് സ്ക്വയർ, അതേപോലെ തന്നെ റെക്റ്റാങ്കിൾ, ഇതൊക്കെ 2D ഫിഗേഴ്സാണ്. ഈ 2D ഫിഗേഴ്സിൻ്റെ കാര്യങ്ങൾ ഒരു ക്ലാസ്സിലും, അതുപോലെ തന്നെ അതിൻ്റെ 3D ഉണ്ട്, നമ്മുടെ ക്യൂബ്, ക്യൂബോയിഡ്, സിലിണ്ടർ പോലുള്ള കാര്യങ്ങൾ, അതിൻ്റെ ക്ലാസ്സും അതിൻ്റെ ക്വസ്റ്റ്യൻസും കാര്യങ്ങളും മറ്റൊരു ക്ലാസ്സിലായിരിക്കും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ ഇന്ന് അല്ലെങ്കിൽ ഈ ഒരു ക്ലാസ്സിൽ മെൻസുറേഷൻ 3D, ഓക്കെ, 2D, നമുക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെ ക്വസ്റ്റ്യൻസ് നോക്കാം. ഓക്കെ, അപ്പം മെൻസുറേഷൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഓരോ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഫിഗേഴ്സ് ആണ്, അതിൻ്റെ ഏരിയ, പെരിമീറ്റർ, ഇതേപോലെ കാര്യങ്ങൾ കണ്ടുപിടിക്കാനുള്ളതാണ്. ഓക്കെ, അപ്പം നമ്മളിവിടെ ഫസ്റ്റ് നോക്കുന്നത് എന്താണ്, റെക്റ്റാങ്കിൾ എന്ന് പറഞ്ഞ ഫിഗറിൻ്റെ ഇക്വേഷൻസ് ആണ്. ശരി, ഇവിടെ എന്താണ് പറയുന്നത്, റെക്റ്റാങ്കിൾ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, റെക്റ്റാങ്കിൾ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, ലൈക്ക് ഒരു അല്ലേ എന്താ രണ്ട് സൈഡ്, ഇപ്പോൾ ഇവിടെ ഒരു ലെങ്ത് ഉണ്ടാവും, അതുപോലെ തന്നെ എന്തുണ്ടാവും, ഒരു ബ്രെഡ്ത്തും ഉണ്ടാവും, ആണല്ലോ. ഈ ലെങ്ത്തും ബ്രെഡ്ത്തും ഉണ്ടാവും. അപ്പം നമ്മൾ ലെങ്ത്തിനെ L എന്നും ബ്രെഡ്ത്തിനെ B എന്നും ഡിനോട്ട് ചെയ്യുന്നു ഈ ഫിഗറിൽ. ഇപ്പം എന്താണ് ഓപ്പോസിറ്റ് സൈഡ്, അല്ലെ ഇപ്പോൾ ഓപ്പോസിറ്റ് സൈഡ് എന്തായിരിക്കും, സെയിം ആയിരിക്കും. ഇത് ഇവിടെ L ആണെങ്കിൽ ഇവിടെയും L ആണ്, ഇവിടെ B ആണെങ്കിൽ ഇതും B സെയിം ആയിരിക്കും. ക്ലിയർ? ശരി, അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ഏരിയ എന്ന് പറയുന്നത് മക്കളെ, ഒരു റെക്റ്റാങ്കിളിൻ്റെ ഏരിയയുടെ ഇക്വേഷൻ എന്താണ്, ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്. ഓക്കെ, ഞാനതിന് L ഇൻറ്റു B എന്ന് കൊടുക്കുന്നു. ഓക്കെ, എന്ത് കൊടുക്കുന്നതാ, L ഇൻറ്റു B. ഓക്കെ, L ഇൻറ്റു B എന്ന് കൊടുക്കുന്നു. ഇനി എന്താണ് പെരിമീറ്റർ, എന്താണ് ഏരിയ? ഏരിയ എന്ന് പറഞ്ഞാൽ എന്താ, ഈ ഒരു ഫിഗറിൻ്റെ ഇപ്പോൾ നമ്മൾ കാണിച്ചിരിക്കുന്ന ഫിഗറിൻ്റെ ഉൾഭാഗം ഫില്ല് ചെയ്യാൻ വേണ്ട അളവിനെ നമ്മൾ എന്ത് വിളിക്കുക, ഏരിയ. അല്ലെ, ഉള്ളിൽ എത്രത്തോളം അളവുണ്ട് എന്നതിനാണ് നമ്മൾ എന്ത് വിളിക്കുക, ഏരിയ എന്നുള്ളത് കൊണ്ട് വിളിക്കുന്നത്. ശരി മക്കൾ, ഇനി എന്താണടാ പെരിമീറ്റർ? പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ എന്താ, പെരിമീറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഇപ്പം നിങ്ങൾ ഇതിന് ADC അല്ലെ ABCD എന്നാണ് കാണുന്നത് അല്ലേ. സോ ഇവിടെ നിന്ന് എയിൽ നിന്ന് തുടങ്ങിയതാണ്, ഇങ്ങനെ പോയി ബിയിലെത്തി, തിരിച്ച് സിയിൽ പോയി ഡിയിൽ വന്നു, തിരിച്ച് എയിലേക്ക് തന്നെ. ഈ മൊത്തം ദൂരത്തെ, ഈ മൊത്തം അളവിനെ നമ്മൾ എന്ത് വിളിക്കാം, പെരിമീറ്റർ. വിച്ച് മീൻസ് A to A എന്നുള്ള ആ ഒരു ഏരിയ നമ്മൾ എന്ത് വിളിക്കുക, മൊത്തമുള്ള ഡിസ്റ്റൻസ് നമ്മൾ പെരിമീറ്റർ എന്ന് വിളിക്കുക. അപ്പോൾ ഇവിടെ എന്തുണ്ടാവും, നമുക്കറിയാം ഇവിടെ L ആണ്, ഇവിടെ B ആണ്, ഇത് ലെങ്ത് ആണ്, ഇത് ബ്രെഡ്ത്ത് ആണ്. സോ എന്ത് ചെയ്താൽ മതി, ഇതെല്ലാം കൂടെ ആഡ് ചെയ്താൽ മതി, വിച്ച് ഈസ്. അപ്പം ഞാൻ ഇതിൻ്റെ പെരിമീറ്റർ താഴത്തുനിന്ന് എഴുതുകയാണ്. ജസ്റ്റ് പെരിമീറ്റർ താഴത്തുനിന്ന് എഴുതുകയാണ്. ഇപ്പം എന്ത് പറ്റൂടാ, L ഉണ്ട് ഫസ്റ്റ്, B ഉണ്ട്, വീണ്ടും L ഉണ്ട്, B ഉണ്ട്, വിച്ച് ഈസ് എന്തൊക്കെയാണ്, 2L ഉണ്ട്, അതേപോലെ തന്നെ 2B ഉണ്ട്. അപ്പോൾ ആ ബീനെ ഞാൻ പുറത്തെടുത്ത് എനിക്ക് എന്ത് കിട്ടും, 2 ഇൻറ്റു L പ്ലസ് B. ഇതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, 2 ഇൻറ്റു ലെങ്ത് ഇൻറ്റു, ഓക്കെ, ലെങ്ത് പ്ലസ് ബ്രെഡ്ത്ത്. ക്ലിയർ ആണല്ലോ, 2 ഇൻറ്റു ലെങ്ത് പ്ലസ് ബ്രെഡ്ത്ത്. ഇവിടെ എന്താണ്, പ്ലസ് തന്നെയാണ് കൊടുത്തത്. ഓക്കെ ആണല്ലോ. ശരി, ഇനി ഡയഗണൽ. ഇതിൻ്റെ ഡയഗണൽ എന്ന് പറഞ്ഞാൽ എന്താണ്, ഇപ്പം ABCD എന്ന് പറഞ്ഞ ആ ഒരു റെക്റ്റാങ്കിളിൻ്റെ DB, ഈ DB അല്ലെങ്കിൽ BD എന്ന് പറയുന്ന ആ ഒരു ലൈനെ നമ്മൾ എന്ത് വിളിക്കുക, ഡയഗണൽ എന്ന് വിളിക്കുക. എന്ത് വിളിക്കുക, ഡയഗണൽ എന്ന് വിളിക്കുക. ഓക്കെ ആണല്ലോ. സോ അതെങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും, എങ്ങനെയാണ് അതിന് കണ്ടുപിടിക്കാൻ പറ്റും? ഇവിടെ ഒരു കാര്യം കൂടെ നോക്കണം. ഈ BD എന്ന് പറയുന്ന ലൈനും ഞാൻ ഇവിടുന്ന് എയിൽ നിന്ന് സിയിലേക്ക് ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചിട്ടുണ്ടെങ്കിൽ AC എന്ന് പറഞ്ഞ ലൈനും ഈക്വൽ ആയിരിക്കും. രണ്ടും ഇതിൻ്റെ ഡയഗണലാണ്. വാല്യൂ വൈസ് ഇത് രണ്ടും ഈക്വൽ ആയിരിക്കും. ക്ലിയർ ആണല്ലോ. ഈ ഡയഗണൽ കാണാനുള്ള ഇക്വേഷൻ എന്താണ്, റൂട്ട് ഓഫ് ലെങ്ത് സ്ക്വയർ പ്ലസ് എന്താണ്, ബ്രെഡ്ത്ത് സ്ക്വയർ. ഓക്കെ ആണല്ലോ. ഇതാണ് ഇതിൻ്റെ ഇക്വേഷൻസ്. ശരി, നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഇതിൻ്റെ ക്വസ്റ്റ്യൻസ് നോക്കാം. എന്താണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ? The length and breadth of a rectangle are 8 cm and 6 cm respectively. Find the length of its diagonal. Diagonal, അതായത് ഒരു റെക്റ്റാങ്കിൾ തന്നിട്ടുണ്ട്, അതിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത്, നീളം കൂടിയ വശം എന്ന് പറയുന്നത് 8 cm ആണ്, ബ്രെഡ്ത്ത് എന്ന് പറയുന്നത് 6 cm ആണ്. നിങ്ങളോട് ഡയഗണലാണ് കാണാൻ പറഞ്ഞിട്ടുള്ളത്. ഡയഗണൽ ഇക്വേഷൻ എന്താണ്, റൂട്ട് ഓഫ് L സ്ക്വയർ പ്ലസ് B സ്ക്വയർ ആണല്ലോ. സോ ലെങ്ത് സ്ക്വയർ എന്ന് പറയുന്നത് 8 സ്ക്വയർ, റൂട്ട് ഓഫ് 8 സ്ക്വയർ പ്ലസ് 6 സ്ക്വയർ, ദാറ്റ് ഈസ് റൂട്ട് ഓഫ് 8 സ്ക്വയർ എത്രയാ, 64, 6 സ്ക്വയർ എത്രയാ, 36. സോ ദാറ്റ് ഈസ് 36 ആണടാ, 36. ദാറ്റ് ഈസ് റൂട്ട് ഓഫ് 100. സ്ക്വയർ റൂട്ട് ഓഫ് 100 എത്രയാ മക്കളെ, 10 സെൻറ്റിമീറ്റേഴ്സ്. എത്രയാണടാ, 10. കാരണം സെൻറ്റിമീറ്ററിലാണ് തന്നതുകൊണ്ട് തന്നെ നമ്മുടെ ഡയഗണലിൻ്റെ ഇത് എന്തായിരിക്കും, സെൻറ്റിമീറ്ററിലായിരിക്കും. ഇതെന്താ ഇങ്ങനെ വരാൻ കാരണം എന്താ, നമുക്കറിയാം റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ നമ്മളിത് പഠിച്ചിട്ടുണ്ട്, പൈതഗോറസ് തിയറം നമ്മൾ പഠിച്ചതാണ്. ഇപ്പോൾ ഞാൻ ഇവിടെ ഇതുപോലൊരു വര വരയ്ക്കുകയാണെങ്കിൽ ഇതിൻ്റെ ആൾട്ടിറ്റ്യൂഡ് അല്ല, ഇതിൻ്റെ ആൾട്ടിറ്റ്യൂഡ്. അപ്പോൾ ഇവിടെ ഇതൊരു 6 ആയിരിക്കും, ഇതിൻ്റെ ബേസ് ആണ്. അപ്പം ഇത് എത്ര ആയിരിക്കും വരിക, 8 ആയിരിക്കും വരിക. ഓക്കെ, 8 ബേസ് എന്ന് പറഞ്ഞ സാധനം.
നമുക്കറിയാം ഇത് ഈ ഒരു ഞാൻ എക്സ് എന്ന് കൊടുക്കണം, എക്സിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും √(a² + b² ആണല്ലോ, കുഴപ്പമൊന്നുമില്ലല്ലോ. ഈ പൈതഗോറസ് തിയറം തന്നെയാണ് ഇവിടെ അപ്ലൈ ചെയ്തിരിക്കുന്നത്. ശരി, ഇനി തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിൽ നിങ്ങളോട് ഒരു പക്ഷേ എന്താണ് ചോദിക്കുന്നത്, നിങ്ങളോട് ചോദിക്കുന്നത് ഇതിൻ്റെ ഏരിയ ആണെങ്കിലോ, ഏരിയ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, എന്താണ് ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണ്. ദാറ്റ് ഈസ് എത്രയാടാ 8 × 6 എത്ര വരിക 48 സെൻറ്റിമീറ്റർ സ്ക്വയർ. യൂണിറ്റ് ഇവിടെ ഇമ്പോർട്ടൻ്റ് ആണ്, കാരണം ഇതും സെൻറ്റിമീറ്റർ സ്ക്വയർ. ഓക്കെ ആണല്ലോ. ശരി, നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ശരി, അടുത്തത് സ്ക്വയർ ആണ്. സ്ക്വയർ എന്ന് പറഞ്ഞാൽ റെക്റ്റാങ്കിൾ ആണ്. ഐ മീൻ 4 സൈഡുള്ള എല്ലാ ആംഗിൾസും 90 ഡിഗ്രി ആയിട്ടുള്ള ഒരു സ്ട്രക്ചറാണ്. ഇതൊക്കെ 90 ഡിഗ്രി ആയിരിക്കും. ഇവിടെ ചെറിയ ഫിഗർ ചെറിയൊരു ടിൽറ്റ് ഉണ്ട്, ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുക നിങ്ങൾ. ഇതൊക്കെ 90 ഡിഗ്രി ആയിരിക്കും, റെക്റ്റാങ്കിൾ പോലെ തന്നെ. പക്ഷേ റെക്റ്റാങ്കിൾ സ്ക്വയർ നമ്മൾ വ്യത്യാസം എന്താ, സ്ക്വയറിൻ്റെ എല്ലാ സൈഡും സെയിം ആയിരിക്കും. റെക്റ്റാങ്കിൾ ലെങ്ത്തും ബ്രെഡ്ത്തും ആയിരിക്കും. ബട്ട് ഇവിടെ എന്താണ് എല്ലാ സൈഡ്സും ഇവിടെയൊക്കെ ഒരേ സെയിം ആയിരിക്കും. സോ ഇതിൻ്റെ പെരിമീറ്റർ 4 സൈഡും കൂടെ കൂട്ടണം, a + a + a + a വിച്ച് ഈസ് 4a. എന്താണ് പറയുക 4a, 4 × a. ഓക്കെ, 4 × a. അതുപോലെ നമ്മുടെ ഏരിയ എന്ന് പറഞ്ഞാൽ എന്താണ്, ഇപ്പം നിങ്ങൾക്കറിയാം ഇവിടെ ഉള്ളത് a ആണ്, വിച്ച് ഈസ് എയുടെ സ്ക്വയർ, സൈഡിൻ്റെ സ്ക്വയർ a². ഇനി അല്ലെങ്കിൽ വേറൊരു ഇക്വേഷൻ ഉണ്ട്, എന്ത് ½ × ഡയഗണൽ സ്ക്വയർ. രണ്ടും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. പക്ഷേ നമ്മൾ a² എന്ന് പറയുന്ന അല്ലെങ്കിൽ സൈഡ് സ്ക്വയർ എന്ന് പറയുന്ന ആ ഒരു കോമൺ ആയിട്ടുള്ള ഇക്വേഷനാണ് എപ്പോഴും യൂസ് ചെയ്യാറ്. ശരി, ഇനി ഡയഗണൽ എന്ന് പറയുന്നത് 2 ഇക്വേഷൻസ് ഉണ്ട്, അല്ലെങ്കിൽ 2 രീതിയിൽ നമുക്ക് ഡയഗണൽ കണ്ടുപിടിക്കാൻ പറ്റും. ഡയഗണൽ നമ്മൾ പൊതുവെ യൂസ് ചെയ്യുന്നത് √a × സൈഡ് ആണ്. ദാറ്റ് ഈസ് സൈഡ് a ആവുന്ന സമയത്ത് a√2 × സൈഡ് എന്ന് പറയുമ്പോൾ a√2 എന്ന് പറയുന്ന ഇക്വേഷനാണ് നമ്മൾ എന്ത് ചെയ്യാറ്, പൊതുവെ യൂസ് ചെയ്യാറ്. സൈഡിന് നമ്മൾ a എന്ന് കൊടുക്കുമ്പോൾ ഡയഗണൽ ഈസ് ഈക്വൽ ടു എന്താണ് വരിക a × √2. ശരി, അപ്പം പിന്നെ എന്തുണ്ട്, വേറൊരു ഇക്വേഷൻ ഉണ്ട്, അതിൻ്റെ ഏരിയ കിട്ടുകയാണെങ്കിൽ √2 × ഏരിയ എന്ന് പറയുന്നത്, അത് ഈ ഏരിയയും 2ഉം റൂട്ടിൻ്റെ അകത്താണ് മുഴുവനായിട്ട്, കേട്ടല്ലോ. ഈ രീതിയിലുള്ള ഇക്വേഷനും എവിടെയുണ്ട്, നമ്മുടെ ഡയഗണൽ ഉണ്ട്. പക്ഷേ നമ്മൾ പൊതുവെ അങ്ങനെ യൂസ് ചെയ്യാറില്ല, യൂസ് ചെയ്യുന്നത് ഈ ഒരു ഇക്വേഷനാണ്. ഓക്കെ, നമുക്കതിൻ്റെ ക്വസ്റ്റ്യൻസ് നോക്കാം. If sides of a square is 4 cm, find the length of the diagonal. നമുക്കറിയാം എന്താണ് ലെങ്ത്, ഡയഗണൽ ലെങ്ത് എങ്ങനെയാണ് കാണുക, ഡയഗണൽ ലെങ്ത് ഈസ് ഈക്വൽ ടു a√2 ആണ്. ദാറ്റ് ഈസ് a എന്ന് പറഞ്ഞ എത്രയാണ് അവിടെ 4√2. ഓക്കെ ആണല്ലോ. 4 ഒരിക്കലും ഏത്ത് റൂട്ട് എന്നുള്ള സാധനമല്ല കേട്ടോ, 4 × √2 എന്നുള്ളൊരു സാഹചര്യമാണ്. ഓക്കെ, ഇതിപ്പം കുറച്ച് a അടുത്ത് പോയി, രണ്ടും വ്യത്യാസമാണ്. a√2 a × √2. ശരി, ഇനി അടുത്ത ദിവസം എന്താ നമ്മൾ പറയുന്നത്, റോംബസ് ആണ്. എന്താണ് മക്കളെ റോംബസ്? അതായത് ഒരു സ്ക്വയർ എന്ന് പറയുന്ന സാധനം ഇങ്ങനെയാണ്, എല്ലാ സൈഡും ഒരുപോലെയാണ്. ഇതിന് ഞാനൊരു സൈഡ് കുറച്ച് ടിൽറ്റ് ചെയ്യുന്നു, കുറച്ച് പിടിച്ച് വലിക്കുന്നു, അപ്പോൾ ഇതെന്താവും, കുറച്ച് ഇങ്ങോട്ടാവും അല്ലേ. അതേപോലെ ഇവിടെയാവും, ബാക്കി ഭാഗങ്ങൾ ഒഴിവായിപ്പോവും. റൈറ്റ്, ഇതിനെ നമ്മൾ എന്ത് വിളിക്കുക, റോംബസ് എന്ന് വിളിക്കുക. എന്താണ് വിളിക്കുക, റോംബസ് എന്ന് വിളിക്കുക. റോംബസിൻ്റെ എല്ലാ സൈഡുകളും എന്തായിരിക്കും, സെയിം ആയിരിക്കും. ക്ലിയർ ആണല്ലോ. ശരി, ഇനി റോംബസിൻ്റെ ഏരിയ എന്ന് പറയുന്നത് ബേസ് × ഹൈറ്റ്. ഓക്കെ, ഏരിയയ്ക്ക് 2 ഇക്വേഷൻ ആണുള്ളത്, ബേസ് × ഹൈറ്റ് എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ. സോ ഇവിടെ നിങ്ങൾക്ക് ബേസ് ഹൈറ്റ് തരണം എന്നാൽ മാത്രമേ, ബേസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ അതിന് വേറെ ഒന്നും നോക്കണ്ട, ഒരു സൈഡ് തന്നെയാണ്, ഒരു സൈഡാണ്. ഓക്കെ, × ഹൈറ്റ് തന്നാൽ നമുക്ക് ഈ ഒരു ഇക്വേഷൻ യൂസ് ചെയ്യാൻ പറ്റും. ശരി, രണ്ടാമത്തെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ എന്താ, ½ × പ്രൊഡക്റ്റ് ഓഫ് 2 ഡയഗണൽസ്. സോ നമ്മൾ അതിനെ ഡയഗണലിൽ ഞാൻ ഡി എന്ന് കൊടുക്കുകയാണെങ്കിൽ ഇക്വേഷൻ ഇങ്ങനെയും പറയാം, ½ × d1 × d2. ശരി, എൻ്റെ ചോദ്യം d2. ഓക്കെ, ഇങ്ങനെ ഒരു ഡയഗണൽ ഉണ്ട്, അതിന് ഞാൻ d1 എന്ന് കൊടുക്കുകയാണ്. തിരിച്ച് ഇവിടുന്ന് ഇങ്ങോട്ടും ഒരു ഡയഗണൽ ഉണ്ട്, ഞാൻ അതിന് d2 എന്ന് കൊടുക്കുകയാണ്. പക്ഷെ ഇത് രണ്ടും സെയിം ആയിരിക്കില്ല. ഇത് സ്ക്വയറിനകത്താണെങ്കിൽ രണ്ടും സെയിം ആയിരിക്കും, പക്ഷേ ഇത് ടിൽറ്റഡ് ആയതുകൊണ്ട് തന്നെ ഒരിക്കലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, രണ്ടും സെയിം ആവില്ല. അപ്പോൾ d1 ഉം d2 വേറെ തന്നെയായിരിക്കും, മറന്നു പോകണ്ട. സോ നമ്മുടെ ഏരിയ എന്ന് പറയുന്നത് ½ d1 × d2 എന്ന് പറയുന്ന കാര്യമാണ്. ഇനി ഒരു ഇക്വേഷൻ നിങ്ങൾ നോക്കണ്ട, ജസ്റ്റ് ഒന്ന് ചുമ്മാ നോക്കി വെച്ചാൽ മതി, കാരണം അതിനെപ്പറ്റി നമ്മൾ എന്ത് ചെയ്യാറില്ല, അത് വെച്ചുള്ള അപ്ലിക്കേഷൻ നമ്മൾ കാണാറില്ല. ക്ലിയർ? സോ സെക്കൻഡ് ഇക്വേഷൻ എന്താണ്, ½ d1 d2. ഫസ്റ്റ് ഇക്വേഷൻ ആണ് ബേസ് × ഹൈറ്റ്. ക്ലിയർ ആണല്ലോ. ശരി, ബേസ് × ഹൈറ്റ് ഒക്കെ എങ്ങനെ വന്നു എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാം, പറയാം. നമുക്കിതിൻ്റെ ക്വസ്റ്റ്യൻ നോക്കാം. സോ എന്താ പറയുക, ദ പെരിമീറ്റർ ഓഫ് എ റോംബസ് ഈസ് 40 cm ആൻഡ് ഇറ്റ്സ് ഹൈറ്റ് ഈസ് 5 meter. ഇറ്റ്സ് ഏരിയ ഈസ്. സോ നമുക്ക് എന്തറിയാം, ഏരിയ എന്ന് പറയുന്ന 2 ഇക്വേഷൻ ആണ്. അതിലൊരു ഇക്വേഷൻ എന്ന് പറയുന്നത് ഒരു സൈഡ് അല്ലെങ്കിൽ ബേസ് × ഹൈറ്റ് ആണ് അല്ലേ, ഹൈറ്റ് ആണ്.
സോ ഇവിടെ ഹൈറ്റ് തന്നതുകൊണ്ട് തന്നെ ഈ ഇക്വേഷൻ ആയിരിക്കും യൂസ് ചെയ്യേണ്ടത്. പക്ഷെ ഇവിടെ പറയുന്നത് പെരിമീറ്റർ എന്നാണ്. പെരിമീറ്റർ എന്ന് പറയുന്നത് 40 ആണ്. അതായത് 4 ഇൻറ്റു എ ആണ് എന്ത് 40, അല്ലെ 4 ഇൻറ്റു സൈഡ്സ് ആണ് 40, അല്ലെങ്കിൽ ബേസ് ആണ് 40. സോ അങ്ങനെയാണെങ്കിൽ 4 ഇൻറ്റു 10 അല്ലടാ മക്കളെ 40, അല്ലെങ്കിൽ 40/10 വാട്ടവർ. ഞാനിതിന് എ എന്ന് കൊടുക്കുന്നു 40/. സോ അങ്ങനെയാണെങ്കിൽ എ ഈസ് ഈക്വൽ ടു 40/4, ദാറ്റ് ഈസ് 10 സെൻറ്റിമീറ്റർ ആണ്. നമുക്ക് എന്ത് കിട്ടി? അതിൻ്റെ ഒരു സൈഡ് കിട്ടി. സോ നമുക്ക് എന്ത് ചെയ്താം? ഏരിയ ഈസ് ഈക്വൽ ടു 10 ഇൻറ്റു ബേസ് ആയിട്ടുള്ള 5, ദാറ്റ് ഈസ് 50 60 ആയല്ലോ. 50 എന്താണ് അതിൻ്റെ പെരിമീറ്റർ. അപ്പോൾ ഇക്വേഷൻ എന്തിലേ വരുള്ളൂ? യൂണിറ്റ് സെൻറ്റിമീറ്റർ തന്നെയാണ്. ഓക്കെ, അല്ല പെരിമീറ്റർ അല്ല, നമുക്ക് എന്താ ചോദിക്കുന്നത്? ഏരിയ അല്ലേ. സോ ദാറ്റ് ഈസ് സെൻറ്റിമീറ്റർ സ്ക്വയർ, 50 സെൻറ്റിമീറ്റർ സ്ക്വയർ. ഓക്കെ ആണല്ലോ, ക്ലിയർ. സോ ഈ മറ്റൊരു ഇക്വേഷൻ ഉണ്ട്. അപ്പോൾ നിങ്ങളോട് പറയാണ് ഒരു ഒരു റോംബസ് ഉണ്ട്, അതിൻ്റെ ഒരു പെരിമീറ്റർ എന്ന് പറയുന്നത് ഒരു ഡയഗണൽ എന്ന് പറയുന്നത് D1 12 ആണ്, D2 10 ആണ്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ഏരിയ എത്ര വെച്ചാൽ നമ്മൾ എന്ത് പറയും? 1/2 ഇൻറ്റു 12 ഇൻറ്റു 10, അതായത് 60 ഉണ്ടാകും. ദാറ്റ് ഈസ് 6 ഇൻറ്റു 10 60 സെൻറ്റിമീറ്റർ സ്ക്വയർ. അപ്പം ഇങ്ങനെയും ചോദിക്കാം. ക്ലിയർ ആണല്ലോ? ശരി, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ശരി, ഈ ഫിഗറിൽ ഇതിൽ കാണുന്നതാണ് ട്രപ്പീസിയം എന്ന് വിളിക്കുന്നത്. ട്രപ്പീസിയം നോക്കി നിങ്ങൾ, 2 പാരലൽ ലൈൻ ഉണ്ട്. ഇവിടെ DC എന്ന് പറയുന്ന ലൈനും AB എന്ന് പറയുന്ന ലൈനും പാരലലാണ്. സോ അതിനെ രണ്ടും കണക്ട് ചെയ്തുകൊണ്ട് 2 ലൈൻസും പോകുന്നുണ്ട്. സോ ഇതാണ് ട്രപ്പീസിയം എന്ന് പറയുന്നത്. ആൻഡ് ട്രപ്പീസിയത്തിൻ്റെ ഏരിയ എന്ന് പറയുന്ന ഇക്വേഷൻ എന്താ? ഇവിടെയുള്ള ഏരിയ ഇക്വേഷൻ എന്താടാ? സോ ഫോർ എക്സാമ്പിൾ നമ്മളിതിനെ ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട് ഓൾറെഡി. താഴത്തെ ആ AB ഞാൻ അതിൻ്റെ ലെങ്ത് A എന്നും മുകളിലത്തെ B എന്നും എടുക്കുകയാണെങ്കിൽ ഹൈറ്റ് H എന്നും കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഏരിയ ഈസ് ഈക്വൽ ടു എന്താണ്? ഏരിയ ഈസ് ഈക്വൽ ടു 1/2 ഇൻറ്റു A പ്ലസ് B ഇൻറ്റു H. ഓക്കെ, 1/2 A പ്ലസ് B ഇൻറ്റു H. ക്ലിയർ ആണല്ലോ? A പ്ലസ് ബി എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ് ഇസ് സം ഓഫ് പാരലൽ സൈഡ്സ്. ഓക്കെ, DCയും AB ഉള്ള പാരലൽ സൈഡ്സിന്റെ സം ആണ്. അതുപോലെ തന്നെ എന്താണ്? പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദം. ഈ H എന്നുള്ളത് ഇവിടെയും സെയിം ആയിരിക്കും. ഓക്കെ, എന്തായിരിക്കും? H ഇവിടെയും സെയിം ആയിരിക്കും. കാരണം പെർപെൻഡിക്കുലർ എവിടെ വരച്ചാലും H എന്തായിരിക്കും? ഒരേ വാല്യൂ ആയിരിക്കും ഉണ്ടാവുക. ക്ലിയർ? ശരി, അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇതാണ് ഇതിന്റെ ഇക്വേഷൻ. നമുക്ക് എന്ത് ചെയ്യാം? ഇതിന്റെ ക്വസ്റ്റ്യൻസ് നോക്കാം. 2 parallel sides of a trapezium are 4 and 5 centimeters, and the perpendicular distance between the parallel sides is 6 centimeter. Find the area. നമുക്കറിയാം ഏരിയ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നടാ? ഏരിയ ഈസ് ഈക്വൽ ടു 1/2 ഇൻറ്റു A പ്ലസ് B ഇൻറ്റു H അല്ലേ? ഇവിടെ A എന്ന് പറയുന്നത് 4ഉം B എന്ന് പറയുന്നത് 5ഉമാണ്. അതുപോലെ ഹൈറ്റ് എന്ന് പറയുന്നത് എന്താടാ? ഹൈറ്റ് എന്ന് പറയുന്നത് 6ഉമാണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ എങ്ങനെ കാണണം? A ഈസ് ഈക്വൽ ടു ഏരിയ ഈസ് ഈക്വൽ ടു 1/2 ഇൻറ്റു 4 പ്ലസ് 5 ഇൻറ്റു എത്രയാടാ? 4 പ്ലസ് 5 ഇൻറ്റു 6. സോ ദാറ്റ് ഈസ് 1/2 ഇൻറ്റു 4 പ്ലസ് 5 എത്രയാണ്? 9 ഇൻറ്റു 6 3 Ω. ദാറ്റ് ഈസ് 9 ഇൻറ്റു 3 27 സെൻറ്റിമീറ്റർ സ്ക്വയർ. എന്താ മക്കളെ? 27 സെൻറ്റിമീറ്റർ സ്ക്വയർ. ഇതൊക്കെ നമ്മുടെ ബേസിക് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഇതൊക്കെ നമ്മുടെ പ്രോപ്പർ ബേസിക് ക്വസ്റ്റ്യൻസ് ആണ്. ബേസിക് ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്തിട്ടാണല്ലോ നമ്മൾ ഒബിയസ്ലി ഹയർ ചെയ്യാണ്ട്. കാരണം ഇത് പ്രോപ്പറായി ഈ ഇക്വേഷൻസ് ഒക്കെ പഠിച്ചു വെക്കുക. എന്നാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഹയർ ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ ഹയർ ലെവലുള്ള ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പറ്റുള്ളൂ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. സോ അടുത്തത് ട്രയാങ്കിൾ ആണ്. ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട് ഇതിൽ ഇവിടെ കൊടുത്തിരിക്കുന്നത് ഹീറോസ് ഫോർമുല എന്നാണ് അതിൻ്റെ. ഓക്കെ, ഹീറോസ് ഫോർമുല അല്ല ആക്ച്വലി ഇത് ഹെറോൺസ് ഫോർമുലയാണ് കേട്ടോ. ഒരു എന്നിൻ്റെ മിസ്സിംഗ് ഉണ്ട്. ദാറ്റ് ഈസ് ഹെറോൺസ് ഫോർമുല എന്നാണ് ഇതിനെ വിളിക്കുക. അപ്പം അതിനു മുമ്പ് നമ്മുടെ കുറച്ച് കാര്യങ്ങൾ, ട്രയാങ്കിൾ എന്താണെന്ന് അറിയാം. ഇവിടെ കൂടുതൽ ട്രയാങ്കിൾ നിങ്ങൾ നോക്കൂ. AC എന്ന് പറയുന്ന ഈ ഒരു ലൈൻ, AC എന്ന് പറയുന്ന ഈ ഒരു ലൈന് എന്തല്ല? AC ഈസ് നോട്ട് ഈക്വൽ ടു BC ഈസ് നോട്ട് ഈക്വൽ ടു AB എന്നുള്ള സാധനമാണ്. 3 സൈഡ്സും ഡിഫറെൻ്റ് ആണ്. ഓക്കെ, ഇതിൻ്റെ 3 സൈഡ്സും ഡിഫറെൻ്റ് ആണ്. അതുപോലെ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ പോലുള്ള സാധനങ്ങളൊന്നും അല്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യും? അപ്പം നമ്മൾ എന്ത് ചെയ്യും? ഓക്കെ, അപ്പോഴാണ് നമ്മുടെ ഈ 3 സൈഡും ഡിഫറെൻ്റ് ആകുമ്പോഴാണ് നമ്മൾ ഈ പറഞ്ഞ ഹെറോൺസ് ഫോർമുല യൂസ് ചെയ്യുന്നത്. അതായത് ഹെറോൺസ് ഫോർമുലയിൽ ഏരിയ ഈസ് ഈക്വൽ ടു, ഇപ്പം ഞാൻ പറയുന്നത് ഒരു ട്രയാങ്കിൾ ഞാനിവിടെ വരയ്ക്കുന്നു. അതിൻ്റെ ഒരു സൈഡ് A, മറ്റു സൈഡ് B, മറ്റൊരു സൈഡ് C. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ഏരിയ എന്ന് പറയുന്നത് റൂട്ട് ഓഫ് S ഇൻറ്റു S മൈനസ് A ഇൻറ്റു S മൈനസ് B ഇൻറ്റു S മൈനസ് C. ക്ലിയർ ആണല്ലോ? ശരി, പക്ഷേ ഒരു പ്രശ്നമുണ്ട്. ഈ S എന്താണെന്നുള്ളൊരു സാധനം അല്ലേ? അപ്പോൾ അത് നമ്മൾ S കാണണം. S ഈസ് ഈക്വൽ ടു
എ പ്ലസ് ബി പ്ലസ് സി ബൈ 2 അല്ലെങ്കിൽ ഹാഫ് ഇൻറ്റു എ പ്ലസ് ബി പ്ലസ് സി. ഇതാണ് സാധനം, ഇതാണ് നമ്മുടെ ഹെറോൺസ് ഫോർമുല എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ, എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇനി ഈ സം ഓഫ് ഇന്റേണൽ ആംഗിൾസ് ഓഫ് ട്രയാങ്കിൾ എന്ന് പറയുന്നത് 180 ആയിരിക്കും. നമുക്ക് എല്ലാവരും അറിയുന്ന കാര്യമാണ്. ഇവിടെ നമ്മുടെ ഈ ഫിഗറിൽ ആംഗിൾ എ ഉണ്ട്, ആംഗിൾ ബി ഉണ്ട്, ആംഗിൾ സി ഉണ്ട്. സോ ഇവിടെ ഈ പറയുന്ന ആംഗിൾ എ പ്ലസ് ആംഗിൾ ബി പ്ലസ് ആംഗിൾ സി എന്ന് പറയുന്നത് 180 ഡിഗ്രി ആയിരിക്കും. നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് അല്ല. അതേപോലെ ഒരു പോയിന്റിന് ചുറ്റുമുള്ള ആ ഒരു ഏരിയ എന്ന് പറയുന്നത് എന്തായിരിക്കും? 360 ഡിഗ്രി ആയിരിക്കും. ഒരു സർക്കിളിന്റെ മിഡിൽ പോയിന്റ് ചുറ്റുള്ള ഏരിയ എന്ന് പറയുന്നത് 360 ഡിഗ്രി ആയിരിക്കും. ഒക്കെ നമുക്ക് അറിയുന്ന കേസാണ്. ക്ലിയർ? ശരി, അങ്ങനെയാണെങ്കിൽ നമുക്ക് അതിൻ്റെ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ശരി, ഞാൻ ഈ ഹെറോൺസ് ഫോർമുല വെച്ച് ഞാൻ എന്ത് ചെയ്യുന്നില്ല, ക്വസ്റ്റ്യൻസ് തരുന്നില്ല, കാരണം അത് പൊതുവെ കാണാറില്ല. പക്ഷെ നിങ്ങൾ ഓർമ്മിച്ച് വെക്കണം, ഈ ഫോർമുല ഉണ്ടെന്നുള്ളത് നിങ്ങൾ ഓർമ്മിച്ച് വെക്കണം. നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് അതിൻ്റെ അടുത്ത ടോപ്പിക്കിലേക്ക് പോവാം. ശരി, തൊട്ടുമുമ്പ് നമ്മൾ പറയുന്നത് ട്രയാങ്കിൾ ആയിരുന്നെങ്കിൽ ഇവിടെ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ എന്നാണ് പറയുന്നത്. റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ എന്താടാ? ഒരു സൈഡ് അല്ലെങ്കിൽ ഇപ്പോൾ എന്താ ഞാനൊരു ട്രയാങ്കിൾ വരയ്ക്കുകയാണ്. അതിൻ്റെ ഒരു സൈഡ് 90 ഡിഗ്രി അല്ലെങ്കിൽ ഒരു ആംഗിൾ 90 ഡിഗ്രി ആകുമ്പോൾ നമ്മൾ അതിനെന്ത് വിളിക്കുക? റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ അല്ലെങ്കിൽ റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ എന്നൊക്കെ വിളിക്കുക. ശരി, ഇങ്ങനെയുള്ള റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിൻ്റെ ഏരിയ എന്താണെന്ന് പറയുന്നത്? ഏരിയ ഈസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഹൈറ്റ്. ഇവിടെ കേട്ടോ, വലിയ കൂടി സംഭവമൊന്നുമല്ല. ഇവിടെ ഇവിടെയുള്ള ഒരു ഫിഗറിൽ ഇതിൻ്റെ ബേസ് എന്ന് പറയുന്നത് ഇതാണ് അല്ലേ. ഞാനിതിനെ ബി എന്ന് വിളിക്കുകയാണ്. ഞാനിതെന്ത് വിളിക്കുന്നതാ? ബി എന്ന് വിളിക്കുകയാണ്. അതേപോലെ തന്നെ ഈ ഒരു സി മുതൽ എ വരെയുള്ളതാണ് ഇതിൻ്റെ ഹൈറ്റ്. ഞാനതിനെ എച്ച് എന്ന് വിളിക്കുകയാണ്. സോ അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ഏരിയ എന്ന് പറയുന്നത് ഹാഫ് ഇൻറ്റു ബി ഇൻറ്റു എച്ച്. അത്രയേ ഉള്ളൂ, ഹാഫ് ബി എച്ച്. നമ്മൾ പണ്ട് മുതലേ ചെറിയ ക്ലാസ്സിലൊക്കെ പഠിച്ച കാര്യമാണ്. പക്ഷെ ഒന്ന് ഓർമ്മിക്കുക എന്നുള്ള അല്ലെങ്കിൽ ഒന്ന് റീകളക്ട് ചെയ്യുക എന്നുള്ള സാധനം മാത്രമേ ഇവിടെ ഉള്ളൂ. സോ ഹാഫ് ബി എച്ച്. നമുക്കതിൻ്റെ ക്വസ്റ്റ്യൻസ് നോക്കാം. ഓക്കെ, ശരി. ഫൈൻഡ് ദ ഏരിയ ഓഫ് എ ട്രയാങ്കിൾ ഹൂസ് ബേസ് ഈസ് 8 സെന്റിമീറ്റർ ആൻഡ് ഹൈറ്റ് ഈസ് 5 സെന്റിമീറ്റർ. ഓക്കെ, അപ്പോൾ ഇവിടെ റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിൻ്റെ കാര്യമാണ് പറയുന്നത്. എന്താണ് പറയുന്നത്? ഒരു ട്രയാങ്കിളിൻ്റെ ബേസ് തന്നിട്ടുണ്ട്, 8 തന്നിട്ടുണ്ട്, ഹൈറ്റ് എന്ന് തന്നിട്ടുണ്ട്, 5 സെന്റിമീറ്റർ തന്നിട്ടുണ്ട്. സോ അങ്ങനെയാകുമ്പോൾ ഏരിയ ഈസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു ബി ഇൻറ്റു എച്ച് ആണ്. സോ ഹാഫ് എന്ന് പറയുന്നത് ഹാഫ് ഇൻറ്റു ബി എത്രയാണ്? ബേസ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് എത്ര? 8 സെന്റിമീറ്റർ ആൻഡ് ഹൈറ്റ് എന്ന് പറയുന്നത് 5 സെന്റിമീറ്റർ. രണ്ടും കട്ടായി 4 ആവും. ദാറ്റ് ഈസ് 20 സെന്റിമീറ്റർ സ്ക്വയർ. ഓക്കെ ആണല്ലോ, ഇത്രയേ ഉള്ളൂ, സിമ്പിൾ സാധനമാണ്. ക്ലിയർ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. സോ അടുത്തത് സർക്കിളാണ്. സോ സർക്കിൾ എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും പറയാം. ഇവിടെ തന്നിട്ടുണ്ട്, ഫിഗർ തന്നിട്ടുണ്ട്. ഫിഗർ തന്നിട്ടുണ്ട്. ക്ലിയർ? നിങ്ങൾ ഈ മുകളിലത്തെ ഭാഗം മാത്രം നോക്കിയാൽ മതി, മറ്റേത് അതിൻ്റെ സെക്ടറാണ്, കുഴപ്പമില്ല. സോ സർക്കിൾ ഞാനൊരു സർക്കിൾ അവിടെ ചുമ്മാ ഒരു സർക്കിൾ വരച്ചു. ഈ സർക്കിളിൻ്റെ ഞാൻ ഈ വരച്ച വരയുണ്ടല്ലോ, ഞാൻ ഇവിടുന്ന് ഇങ്ങനെ കട്ട് ചെയ്ത് അപ്പം ഈ പോയിന്റ് മുതൽ ഇത് ഇങ്ങനെ തുടങ്ങി തിരിച്ച് ഈ പോയിന്റ് വരെയുള്ള ഡിസ്റ്റൻസിനെ നമ്മൾ എന്ത് വിളിക്കുക? സർക്കംഫറൻസ് എന്ന് വിളിക്കുക, അല്ലെങ്കിൽ മലയാളത്തിൽ അതിനെ ചുറ്റളവ് എന്ന് വിളിക്കും. എന്താണ് വിളിക്കുക? ചുറ്റുമുള്ള അളവ്, ചുറ്റളവ്, സർക്കംഫറൻസ്. നമ്മൾ പെരിമീറ്റർ വിളിച്ച പോലെ തന്നെ അല്ലെ, പെരിമീറ്ററും ചുറ്റളവ് തന്നെയാണ്. ഓക്കെ, അപ്പോൾ സർക്കംഫറൻസ്. ഈ സർക്കംഫറൻസിന്റെ ഇക്വേഷൻ എന്താ? സർക്കംഫറൻസ് ഇസ് ഈക്വൽ ടു ഈ ഏരിയയുടെ ഇക്വേഷൻ എന്താണ്? 2 ഇൻറ്റു പൈ ഇൻറ്റു ആർ ആണ്. വിച്ച് മീൻസ് 2πr ആണ്. ഇനി പൈ എന്ന് പറഞ്ഞ സാധനത്തിന്റെ വാല്യൂ നമ്മൾ രണ്ട് രീതിയിൽ എഴുതാറുണ്ട്. 3.14 അതിങ്ങനെ പോയിക്കൊണ്ടിരിക്കും, ഒരു അപ്രോക്സിമേറ്റ് വാല്യൂ ആണ്. അതുപോലെ തന്നെ എന്തൊരു കാര്യമുണ്ട്, നമ്മൾ പൈക്ക് വേറൊരു വാല്യൂ കൂടെ കൊടുക്കുന്നുണ്ട്. ദാറ്റ് ഈസ് 22/7 എന്നുള്ളൊരു കാര്യം. ആക്ച്വലി പൈയുടെ പ്രോപ്പർ വാല്യൂ ഇങ്ങനെ ഈ ഒരു സാധനത്തിൽ സ്റ്റാർട്ട് ചെയ്യുന്നതാണ്, ബട്ട് അതിങ്ങനെ പോയിക്കൊണ്ടിരിക്കും. പക്ഷേ ഈ 22 ഇത്രയും വാല്യൂ, അത് 3.14ഉം ഈ 22/7ഉം രണ്ടും ഈക്വൽ ആണ്. പക്ഷെ പൈൻ്റെ വാല്യൂ നമ്മൾ വീണ്ടും എഴുതുമ്പം ഇത് രണ്ടും എന്താവില്ല, ഈക്വൽ ആവില്ല. ബട്ട് നിങ്ങളത് നോക്കണ്ട, നിങ്ങളുടെ ക്വസ്റ്റ്യനിൽ പറയും പൈക്ക് ഏത് വാല്യൂ ആണ് കൊടുക്കേണ്ടത്, 3.14 ആണോ അല്ലെങ്കിൽ 22/7 ആണോ. ഇനി പറഞ്ഞിട്ടില്ല എങ്കിൽ മോസ്റ്റ് പ്രോബ്ലി 22/7 എന്ന് പറയുന്ന നമ്പർ വെച്ചിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യേണ്ടത്, പൈയുടെ വാല്യൂ കൊടുക്കേണ്ടത്. ക്ലിയർ ആണല്ലോ. സോ സർക്കംഫറൻസ് നമുക്ക് എന്ത് കിട്ടി? 2πr എന്ന് കിട്ടി. സർക്കംഫറൻസ് 2πr എന്ന് കിട്ടി. ഇതിൻ്റെ അകത്ത് ഫില്ല് ചെയ്യേണ്ട ആ ഒരു ഭാഗം അല്ലെങ്കിൽ ഫില്ല് ചെയ്യാൻ വേണ്ട സ്ഥലം, അതിനെ നമ്മൾ എന്ത് വിളിക്കുക? ഏരിയ എന്ന് വിളിക്കുക. അവിടെ സർക്കിളിൻ്റെ ഏരിയ എത്രയാണ്? ഏരിയ ഈസ് ഈക്വൽ ടു πr². ഇതൊക്കെ നമുക്ക് അറിയുന്ന കാര്യമാണ്. ഓക്കെ, റിയലി നമുക്ക് അറിയുന്ന കാര്യങ്ങളാണ്. ബട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, അതിൻ്റെ ക്വസ്റ്റ്യൻസ് നമ്മൾ നോക്കാം. ഓക്കെ, നമുക്ക് അതിൻ്റെ ക്വസ്റ്റ്യൻസ് നോക്കാം, അപ്പോൾ നമുക്ക് മനസ്സിലാവും. സോ ക്വസ്റ്റ്യൻ ഇതാണ്.
ദ ഡയമീറ്റർ ഓഫ് എ സർക്കിൾ ഈസ് 28 സെൻറ്റിമീറ്റർ. ദെൻ ദ ഏരിയ ഓഫ് ദി സർക്കിൾ ഈസ്, ഒരു സർക്കിളിൻ്റെ ഡയമീറ്റർ എന്ന് പറയുന്നത് 28 സെൻറ്റിമീറ്റർ ആണ്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ എന്താണെന്നാണ് ചോദിക്കുന്നത്, അതിൻ്റെ ഏരിയ എത്രയാണ് എന്നാണ് ചോദിക്കുന്നത്. സോ നമ്മുടെ സർക്കിളിൻ്റെ ഏരിയ കാണാനുള്ള ഇക്വേഷൻ എന്തായിരുന്നു മക്കളെ? എ ഇസ് ഈക്വൽ ടു അല്ലേ പൈ ആർ സ്ക്വയർ ആണല്ലോ. ഇവിടെ നമുക്കറിയാം ഡയമീറ്റർ ആണ് എന്ത്, ലൈക്ക് റേഡിയസിൻ്റെ 2 ഇൻറ്റു റേഡിയസ് അല്ലെ, റേഡിയസിൻ്റെ ഇരട്ടിയാണ് എന്ത് ഈ പറഞ്ഞ ഡയമീറ്റർ എന്ന് പറയുന്ന സാധനം. അതിന് മുമ്പ് സർക്കിളാണ്, റേഡിയസ് എന്ന് പറഞ്ഞാൽ എന്താടാ, ഇതാ ഈ മിഡിൽ പോയിന്റിൽ ഏതെങ്കിലും ഒരു ഭാഗത്തേക്കുള്ള ലെങ്ത് എല്ലാം സെയിം ആയിരിക്കും. അതിനെ നമ്മൾ എന്ത് വിളിക്കുക, റേഡിയസ് എന്ന് വിളിക്കുക. ഇനി അതല്ല, ഒരു സർക്കിൾ ഇതാണ്, ഈ സർക്കിളിൻ്റെ നേരെ ക്രോസ് ആയിട്ടുള്ള അതായത് സെൻട്രലിലൂടെയുള്ള ആ ലൈനെ നമ്മൾ എന്ത് വിളിക്കുക, ഡയമീറ്റർ. കാരണം എന്താ, ഇത് 2 ഏരിയകൾ ചേർന്നിട്ടുള്ളതാണ്. അപ്പം നമുക്ക് ബേസിക്കലി അറിയുന്ന കാര്യങ്ങളാണ്. ഓക്കെ, സോ ഇതിൻ്റെ ക്വസ്റ്റ്യൻ എങ്ങനെ, പൈയുടെ വാല്യൂ നമ്മൾ എന്തെടുക്കും, ഇവിടെ നിന്ന് തരാത്തതുകൊണ്ട് തന്നെ 22/7 എടുക്കും. സോ ഡയമീറ്റർ എന്ന് പറയുന്നതാണ് 28. അങ്ങനെയാണ് റേഡിയസ് എത്രയായിരിക്കും, പകുതിയായിട്ടുള്ള 14 ആയിരിക്കും. ഓക്കെ ആണല്ലോ. സോ ദിസ് ഇസ് ഇൻറ്റു 14 ആണേ. സോ 7ഉം 2 കട്ടാവും, ബാക്കി എന്ത് വരും, 22 ഇൻറ്റു 2 ഇൻറ്റു 14 എന്ന് വരും. എത്ര നമുക്ക് വാല്യൂ കിട്ടുക, എത്രയാണ് നമുക്ക് വാല്യൂ കിട്ടുക, ദാറ്റ് ഈസ് 616 സെൻറ്റിമീറ്റർ സ്ക്വയർ എന്നാണ് കിട്ടുക, സെൻറ്റിമീറ്റർ സ്ക്വയർ. ഓക്കെ ആണല്ലോ, 616 സെൻറ്റിമീറ്റർ സ്ക്വയർ. ഓക്കെ, അപ്പോൾ ഇതുപോലുള്ള ക്വസ്റ്റ്യൻസ് ആയാലും ഇതുമായി റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് മാത്രമേ, ഇത്രയും ഇക്വേഷൻസ് അറിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ മുകളിൽ വരുന്ന ഹയർ ലെവൽ ഓഫ് ഏത് ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്യാൻ പറ്റും. ബട്ട് ഇത്രയും ഇക്വേഷൻ നമ്മൾ അറിഞ്ഞിരിക്കണം, പഠിച്ചിരിക്കണം. ഓക്കെ ആണല്ലോ. സോ ഇനി നമുക്ക് ബാക്കി എടുക്കാനുള്ളത് ഇതിൻ്റെ 3 ഡയമെൻഷനിലാണ്. അപ്പോൾ അവിടെ നമുക്ക് വോളിയം കൂടെ വരും, ഏരിയ മാത്രമല്ല അവിടെ വോളിയം എന്നുള്ള സാധനമാണ് വരിക. പിന്നെ അങ്ങനെ അതിൻ്റെ മറ്റു കാര്യങ്ങളും. ഓക്കെ, നമുക്കത് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം.